ഇപ്പോൾ 2-3 ദിവസമായിട്ട് ചായ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഞാനിപ്പോൾ ഇതാണ് കേട്ടോ കുടിക്കുന്നത്. ഇത് വേറൊന്നും അല്ല കേട്ടോ, നമ്മുടെ മാങ്ങയുടെ എസൻസ് ആണ്. മാങ്ങയുടെയും മറ്റേ അതുപോലെ തന്നെ പിസ്തയുടെയും സ്ട്രോബെറിയുടെയൊക്കെ എസൻസ് ഉണ്ട് കേട്ടോ. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് പാലിൽ ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ട് നമുക്കിങ്ങനെ കുടിക്കാം കേട്ടോ. ഞാൻ കുറച്ച് കസസും പിന്നെ അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കുടിക്കുമ്പോൾ. കുറച്ചും കൂടി തണുപ്പിച്ചൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എൻ്റെ പാലിന് കുറച്ച് തണുപ്പ് കുറവായിരുന്നു കേട്ടോ. അങ്ങനെ അത് നല്ലോണം ആസ്വദിച്ചിരുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി ടേസ്റ്റ് പിസ്തൊക്കെ ആയിരിക്കും തോന്നുന്നു. പക്ഷെ എനിക്കെന്തോ മാങ്ങയുടെ ഫ്ലേവർ വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമായിട്ടോ. ഉമ്മയൊക്കെ വന്നപ്പോഴാണിത് കലക്കി കൊടുത്തപ്പോൾ ഉമ്മ പറയുന്നത് എനിക്ക് പിസ്തയാണ് ഇഷ്ടമെന്ന്. പക്ഷെ എനിക്കെന്തോ മാങ്ങയുടെ ഫ്ലേവറായിട്ട് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഒരു 2-3 ഡ്രോപ്സൊക്കെ ഇട്ടാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നെയാണെന്നുണ്ടെങ്കിൽ ഇതടിച്ച് നമുക്ക് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് റെഡിയാവുകയും ചെയ്യും. പാല് മാത്രം മതി. വെള്ളത്തിലും അടിക്കാം, പക്ഷെ പാലിലടിക്കുമ്പോഴാട്ടോ കുറച്ചും കൂടി ടേസ്റ്റ്. പിന്നെ നമ്മുടെ ഐനൂസ് ഞാൻ എന്താ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളത് ചോദിച്ച് കരയാണ്. പിന്നെ ഞാൻ മാഗി ഉണ്ടാക്കി കൊടുത്തോണ്ട് അവളുടെ അടുത്ത് പറഞ്ഞു ഇപ്പം എന്തായാലും നീ കഴിക്കണ്ട, മാഗി കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് ബിസ്ക്കറ്റ് തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ പരാതിയാണ്. പരാതി പറയാൻ നമ്മുടെ ഐനൂസിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി അവൾ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ എന്തായാലും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം അതിന് വേണ്ടി വെച്ചേക്കാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ സമാധാനപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ അവൾക്ക് മാഗി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടിട്ടാണ് ബിസ്ക്കറ്റ് കൊടുക്കാണ്ടിരുന്നത്. ഇപ്പോൾ ഉറക്കമൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. ജീവിതത്തിൽ വന്ന കുറച്ച് മാറ്റങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഇപ്പോൾ ഇവൾ ഉറങ്ങുമ്പോഴേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ എപ്പോൾ വേണമെങ്കിലും കിടന്നുറങ്ങാം, എപ്പോൾ വേണമെങ്കിലും എണീക്കാം. എൻ്റെ ഉമ്മ ഇങ്ങനെ ഉറക്കത്തിൽ നിന്നൊന്നും എന്നെ അങ്ങനെ വിളിച്ചെണീപ്പിക്കാറില്ല കേട്ടോ. ഇപ്പോൾ ഉറക്കമൊക്കെ പോയി. അതാണ് നമ്മുടെ ജീവിതമല്ലേ. മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവൾ ഉറങ്ങുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റും, ഇവൾ എണീക്കുമ്പോൾ എനിക്കും എണീക്കണം കേട്ടോ. പിന്നെ ഞാൻ ചോറൊക്കെ വെച്ചിട്ട് ഇവൾ ഉറങ്ങിയപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് നമ്മുടെ ഐനൂസ് എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് വേഗം തന്നെ ലേസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര ഉള്ള കുഞ്ഞുകൂടി ഇഷ്ടപ്പെടില്ലേക്ക്.